ഓം ശാന്തി. 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ലൈഫിൽ വേണ്ടതായിരിക്കുന്ന സാധനങ്ങളെ വളരെ വേഗത്തിൽ ആകർഷിച്ചെടുക്കാനുള്ളതായിരിക്കുന്ന സുന്ദരമായിട്ടൊരു വിദ്യ, അതും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം കൊണ്ടുകൂടിയാണെങ്കിലോ ആ ഒരു ടെക്നിക്കാണെന്ന് സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തമായിട്ട് യാതൊരു കാര്യവും പ്രോഗ്രാമിംഗ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എന്ന ആത്മ അഥവാ ആന്തരിക വ്യക്തിത്വം എന്താണോ അതിന് പ്രോഗ്രാമിംഗ് ചെയ്ത് കൊടുക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നു. നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ റെഗുലർ ലൈഫ് കൊണ്ട് എൻ്റെ മനസ്സിൽ വരുന്നതായിട്ടുള്ള ചിന്തകൾ, ഞാൻ കാണുന്നത് കേൾക്കുന്നതെല്ലാം ബാഹ്യലോകത്ത് നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും സ്വീകരിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ ആന്തരിക വ്യക്തിത്വം അഥവാ ആത്മാവിനുള്ള മനസ്സും അതിനെ വേണോ വേണ്ടേ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ ബുദ്ധിയും അതിൻ്റെ ഉറവിടമായിക്കൊണ്ട് സ്വീകരിച്ചു വെച്ച കാര്യങ്ങൾ അതിൽ ആക്ട് ചെയ്യുന്നതായിരിക്കുന്ന സംസ്കാരവും. സംസ്കാരം എന്നതിൻ്റെ വേറൊരു ഭാഷ നമ്മൾ പറയും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, ഉപബോധ മനസ്സ്. ബോധ മനസ്സിൻ്റെ സഹായത്തോടു കൂടി ബാഹ്യലോകത്തെ വിവരങ്ങൾ സ്വീകരിച്ച് ഉപബോധ മനസ്സിനുള്ളിൽ റെക്കോർഡായി പോകുന്നതിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ജീവിതം നയിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ വൈബ്രേഷനെ പവർഫുൾ ആക്കാൻ വേണ്ടിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് എന്ത് പ്രോഗ്രാം കൊടുത്താലും സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വീകരിക്കുകയും അതനുസരിച്ച് അതിൻ്റെ പ്രോഗ്രാം പ്ലാൻഡ് ആവുകയും അതനുസരിച്ച് അത് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് അതിനെ റെഗുലറായിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ വരും. നമ്മുടെ ഉപബോധ മനസ്സ് വളരെ വേഗത്തിൽ അതിന് വേണ്ട വൈബ്രേഷൻ എഗെയിൻ ആൻഡ് എഗെയിൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മളിലേക്ക് വളരെ വേഗം ആ സ്വപ്നങ്ങൾ ആകർഷിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഇന്നത്തെ ലോകത്ത് എല്ലാവരുടെ കയ്യിലൊരു സാധനമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. ഈ മൊബൈൽ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ ടച്ച് ചെയ്യേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതാർക്കും പറയാനേ പറ്റില്ല. ആരെങ്കിലും ഫോൺ വരുമ്പോൾ ടച്ച് ചെയ്തു, ഒരു 10 കോളൊരു ദിവസം ടച്ച് ചെയ്തു. എസ്പെഷ്യലി വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ കയ്യിൽ സദാ ഉണ്ടാകുന്ന സാധനമാണ് ഈ മൊബൈൽ. ഇവിടെ നിന്ന് ആ മുറിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ എന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നു. ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം മൊബൈൽ ടച്ച് ചെയ്യും ചോദിച്ചാൽ അൺലിമിറ്റഡ് ടൈംസ് ആണ് നമ്മൾ ഇത് ടച്ച് ചെയ്യുന്നത്. രാത്രി ഉറങ്ങാൻ നേരത്ത് മൊബൈലിൽ അലാം വെച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം അലാം കേട്ട് മൊബൈൽ ഓഫ് ചെയ്തിട്ട് എഴുന്നേൽക്കുന്നു. ഈ മൊബൈൽ ടച്ച് ചെയ്യാത്ത സമയം എപ്പോഴാണുള്ളത്? ഓൾവേസ് എന്ന് പറഞ്ഞ പോലെ മൊബൈൽ കയ്യിലാണ്. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോയിട്ട് മൊബൈൽ എടുക്കാതിരിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ കൊണ്ടുനടക്കാനുള്ള സാധനമല്ലേ, എന്താ വിളിച്ച് കിട്ടാത്തതെന്ന് ചോദിക്കാറുണ്ട് ആളുകൾ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും എപ്പോഴുള്ള സാധനമാണ് ഈ മൊബൈൽ. അതുകൊണ്ട് ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രീം അട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിലോ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്ക്. ഇന്ന് ആ ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ മനസ്സിനെ തന്നെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമ്മുടെ സങ്കല്പ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഡ്രീമിനെ നമ്മളിലേക്ക് ആകർഷിക്കാൻ. അതുകൊണ്ട് എപ്പോഴെങ്കിലും രാവിലെ നിങ്ങൾക്ക് എഴുന്നേറ്റ് കുറച്ച് സമയമുള്ള സമയത്ത് ഒരു 3 മിനിറ്റെങ്കിലും മിനിമം ഇരിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് എടുത്തുകൊണ്ട് സംസാരിക്കുന്നത് മൊബൈലിനോടല്ല, പക്ഷെ സംസാരിക്കുന്നത് പ്രപഞ്ചത്തിനോടാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മൊബൈൽ എന്നൊരു സാധനത്തെ. കഴിഞ്ഞ ദിവസം ഒരു കെട്ടിടുന്ന വിദ്യ സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അത് കയ്യുമ്പോൾ നമ്മൾ കെട്ടുകയാണെങ്കിൽ അത് ടച്ച് ചെയ്യുന്ന സമയം മുഴുവൻ ഓട്ടോമാറ്റിക് താങ്ക് യു നമ്മുടെ മനസ്സിൽ നിന്ന് വരും. അതുപോലെ തന്നെ ഇതൊരു സാധനം, അത് പിന്നെ നമ്മൾ പർപ്പസ്ഫുള്ളി തൊടണം. ഇത് അങ്ങനെയല്ല, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഇതിലൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ രാവിലെ എല്ലാ പ്രാവശ്യവും പറയാറുള്ള പോലെ പറയുകയാണ്, രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ആഫ്റ്റർ മെഡിറ്റേഷൻ നിങ്ങളുടെ ഡ്രീം എന്താണോ ആ ഡ്രീമിനെ കണ്ട ശേഷം നമ്മൾ പ്രപഞ്ചത്തോട് സംസാരിക്കുകയാണ്. എനിക്ക് ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണമായിരിക്കുന്ന വിശ്വാസമുണ്ട്. എനിക്ക് ഈശ്വരനോട് പറയുന്നെങ്കിൽ എനിക്ക് ഭഗവാനെ അങ്ങയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അങ്ങ് എനിക്ക് എൻ്റെ കാര്യം നടത്തി തരുന്നത് എനിക്ക് ഉറപ്പാണ്. എനിക്ക് പൂർണ്ണ ട്രസ്റ്റാണ്. എനിക്ക് നടത്തി തന്നതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു. 3 സ്റ്റെപ്പാണ്. ഒന്ന്, എൻ്റെ ഡ്രീം ഞാൻ കാണുന്നു. മറ്റൊന്ന്, ഭഗവാനെ എനിക്ക് നടത്തി തരുന്ന ഉറപ്പാണെന്ന് പറയുന്നു. മറ്റൊന്ന്, ഭഗവാനിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറയുന്നു. മറ്റൊന്ന്, എനിക്ക് നടത്തി തന്നതിൽ താങ്ക് യു. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ഏത് ഡ്രീം കാണുകയാണെങ്കിലും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ 3 സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ ശേഷം ഈ മൊബൈൽ കയ്യിലെടുത്ത് പറയുക. മൊബൈലിനെ സ്നേഹത്തോടെ ടച്ച് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ മൊബൈൽ എനിക്ക് എൻ്റെ ലക്ഷങ്ങൾ കൊണ്ടുതരുന്ന അല്ലെങ്കിൽ കോടികൾ കൊണ്ടുതരുന്ന, ഫോർ എക്സാമ്പിൾ ഒരു മാസം എനിക്ക് ഒരു 10 ലക്ഷം രൂപ, 1 കോടി രൂപ എൻ്റെ മാസം ഇൻകമാണെന്ന് വിചാരിക്കൂ. നിങ്ങൾ എന്താണോ ഡ്രീം അത്, എനിക്കിപ്പോൾ എമർജൻസി ഒരു കാര്യം വേണം, അത് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മക്കളുടെ ഒരു കാര്യം പ്രശ്നമുണ്ട്, അതിന് സൊല്യൂഷൻ കിട്ടി, ആ സൊല്യൂഷൻ കിട്ടിയ മെസ്സേജ് വരികയാണിത്. അങ്ങനെ എൻ്റെ സന്തോഷം കൊണ്ടുവരുന്ന സാധനമാണ് നീ, എനിക്ക് ധനം കൊണ്ടുവരുന്ന എന്താണോ നിങ്ങൾക്ക്
വേണ്ടത് അത് കൊണ്ടുവരുന്ന സാധനമാണ്, ആ മെസ്സേജ് വരുന്ന സാധനമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് ഈ സാധനം വളരെ വേഗത്തിൽ കിട്ടിയിരിക്കുന്നു. കാണുകയാണ് ഞാൻ, എനിക്ക് അത്യാവശ്യമായിട്ട് 1 കോടി രൂപ അത് വന്നു കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഡ്രീം അനുസരിച്ച് എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചോ ചെയ്തു, അഥവാ കൊടുക്കാൻ ആർക്കാർക്കൊണ്ട് കൊടുത്തു തീർന്നു. ഐ എം കംപ്ലീറ്റ്ലി ഫിനാൻഷ്യലി സൗണ്ട് ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഹാപ്പിയാണ്, ഞാൻ നന്നായിട്ടാണ്. ഈ മൊബൈൽ എനിക്കിതെല്ലാ കാര്യം നടത്തി തരുന്ന സാധനമാണ്. ഇത് എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എപ്പോഴും എൻ്റെ ഡ്രീം റിമൈൻഡ് ചെയ്യണ സാധനമാണ്. തീർച്ചയായിട്ടും പ്രപഞ്ചമേ, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് പൂർണ്ണമായിട്ട് നീ നടത്തിത്തരും, എനിക്കത് നടന്നു കിട്ടും, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് നടത്തി തന്നതിന് നിന്നോട് താങ്ക് യു പറയുന്നു. ഐ ലവ് യു, താങ്ക് യു, ഈ ഭാഷയൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഭഗവാനോട് സംസാരിക്കുമ്പോൾ, ഭഗവാനെ നീ എനിക്ക് ഈ കാര്യം നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പാണ്, ഞാൻ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എനിക്ക് നിന്നിൽ നിന്ന് കിട്ടിയതിന് നടത്തി തന്നതിന് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഐ ലവ് യു ഗോഡ്, ഐ ലവ് യു ഗോഡ്, താങ്ക് യു ഗോഡ്, താങ്ക് യു ഗോഡ്, താങ്ക് യു ഗോഡ് എന്ന് പറയുന്നു. ഈ രീതിയിൽ 3 മിനിറ്റ് സമയം ഈ മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതിന് ടച്ച് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ, എപ്പോഴൊക്കെ ടച്ച് ചെയ്യുന്നു ഈ കൈയും ഈ മൊബൈലും ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ ഒരു മെസ്സേജ് പോവും, എൻ്റെ ഡ്രീം നടന്നു കഴിഞ്ഞിരിക്കുന്നു, ഐ എം സോ ഹാപ്പി. ഇങ്ങനെ ദിവസത്തിൽ 1 പ്രാവശ്യം ചെയ്തിട്ട് ഉച്ചവരെയൊക്കെ ആകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും തോട്ട് വന്നെങ്കിൽ അഗെയിൻ റിപ്പീറ്റ്, ഒരു 3 മിനിറ്റ് ഇരുന്നു കൊണ്ട് ഇതേ വിഷൻ കാണുക, ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുക, ആനന്ദിക്കുക. നിങ്ങൾ നോക്കിയൊക്കെ വൈകുന്നേരം വരെ എന്തൊക്കെ തിരക്ക് വരുമ്പോഴും കയ്യിൽ മൊബൈൽ ടച്ച് ചെയ്യുന്ന നിമിഷം, ഓ എൻ്റെ ഡ്രീം നടന്നു കഴിഞ്ഞിരിക്കുന്നു, താങ്ക് യു ഗോഡ് എന്ന് പറയാൻ നമുക്ക് പറ്റും. ഐ ട്രസ്റ്റ് യു ഗോഡ്, ഐ ലവ് യു ഗോഡ്, താങ്ക് യു ഗോഡ് എന്ന് പറയാനുള്ള ശക്തി കിട്ടും. അതേപോലെ തന്നെ രാത്രി ഉറങ്ങും മുന്നും ഈ മൊബൈൽ മാറ്റി വയ്ക്കും മുന്നേ, ഇന്ന് എൻ്റെ എല്ലാ ഡ്രീമും നടത്തി തന്ന മൊബൈൽ, താങ്ക് യു. ഇത് ടച്ച് ചെയ്യുന്ന നിമിഷം മുഴുവൻ ഡ്രീം ഓട്ടോമാറ്റിക്കൽ ബ്രെയിനിൽ ആക്റ്റീവ് ആവുകയും അത് ആ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയും, ദിവസത്തിൽ എത്ര തവണ നിങ്ങൾ മൊബൈൽ തൊടുന്നുണ്ടോ അത്രയും സമയം ആ ഡ്രീമിന് അട്രാക്ട് ചെയ്യാൻ വേണ്ട എനർജി സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് യൂണിവേഴ്സിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും അത് വളരെ വേഗത്തിൽ നമ്മുടെ ഡ്രീം നമ്മളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഒരു വളരെ സിമ്പിൾ ആയിരിക്കുന്ന ടെക്നിക്കാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ ഒരു 10 ദിവസം കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ഒരു 10 മണിക്കൂർ കൊണ്ട് അട്രാക്റ്റ് ചെയ്യും. അത്രയും തവണ ഈ മൊബൈൽ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. ഒരു 10 മാസം കൊണ്ട് നടക്കേണ്ട കാര്യമാണെങ്കിൽ 10 ദിവസം കൊണ്ട് നടക്കുന്ന രീതിയിൽ നമ്മുടെ അട്രാക്ഷൻ വളരെ ഫാസ്റ്റായിരിക്കും. അത് വളരെ വേഗത്തിൽ റിമൈൻഡ് ചെയ്യും, നമ്മുടെ ബ്രെയിൻ അനുസരിച്ച് പ്രോഗ്രാം ചെയ്യും, സബ് കോൺഷ്യസ് മൈൻഡ് അതനുസരിച്ച് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.